5 തരം മൃതദേഹങ്ങൾ കാശിയിൽ ദഹിപ്പിക്കാൻ അനുമതിയില്ലെന്ന് നിങ്ങൾക്കറിയാമോ? കാശിയിൽ ചെന്നാൽ പാപങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നാണ് ഐതിഹ്യം. മരിച്ചവരുടെ ശവശരീരങ്ങൾ അവിടെ ദഹിപ്പിക്കുന്നതുമൂലം അവർ നേരിട്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരും എന്ന് വിശ്വസിക്കപ്പെടുന്നു. സന്യാസിമാരുടെയും സാധുക്കളുടെയും മൃതദേഹങ്ങൾ അവിടെ ദഹിപ്പിക്കാറില്ല. അവർക്ക് ജലസമാധി അല്ലെങ്കിൽ മണ്ണിൽ സംസ്കരിക്കുകയോ ചെയ്യുന്നു. കാരണം അവർ ജീവിതമരണ ചക്രത്തെ മറികടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മൃതശരീരങ്ങൾ അവിടെ ദഹിപ്പിക്കാൻ അനുമതി ഇല്ല. ലൗകിക കർമ്മങ്ങളാൽ സ്പർശിക്കപ്പെടാത്ത ശുദ്ധരും ദിവ്യരുമായാണ് കുട്ടികളെ കണക്കാക്കുന്നത്. ഗർഭിണികളായ സ്ത്രീകളെയും അവിടെ ദഹിപ്പിക്കുന്നില്ല. മൃതദേഹം കത്തിക്കുന്നത് ഗർഭസ്ഥ ശിശുവിനെ അക്രമാസക്തമായി പുറത്തുവിടാൻ ഇടയാക്കുമെന്ന വിശ്വാസമുണ്ട്. ആചാര പാരമ്പര്യങ്ങളിൽ ഇത് വളരെ വേദനാജനകമായ ഒരു ആശയമാണ്. പാമ്പുകടിയേറ്റവരെയും കാശിയിൽ ദഹിപ്പിക്കാൻ അനുമതിയില്ല. കാരണം അവരുടെ തലച്ചോർ 21 ദിവസം സജീവമായിരിക്കുമെന്നും പുനരുജ്ജീവനത്തിനുള്ള സാധ്യത കാരണം ഈ മൃതദേഹങ്ങൾ പലപ്പോഴും വാഴത്തടകളിൽ കെട്ടി ഗംഗയിൽ ഒഴുക്കിവിടുന്നു എന്ന് പറയപ്പെടുന്നു. പകർച്ചവ്യാധികൾ, ചർമ്മരോഗങ്ങൾ, കുഷ്ഠരോഗം പോലുള്ള രോഗങ്ങൾ ബാധിച്ച് മരിക്കുന്നവരെ വായുവിലൂടെയോ ചാരത്തിലൂടെയോ അണുബാധ പടരാതിരിക്കാൻ അവരെ ഇവിടെ ദഹിപ്പിക്കുന്നില്ല.